വിപിൻ, ഈ അന്വേഷണ സംഘത്തോടൊപ്പം ഫോറൻസിക് സംഘവും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫോറൻസിക് സംഘം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് അന്ന് ലഭിച്ചിട്ടുള്ള ചില തെളിവുകളുണ്ട്. കൊടുവാളടക്കം ഉള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഫോറൻസിക് സംഘം തെളിവെടുപ്പിനിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഇന്ന് കൂടുതലായി ഇവിടെ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെളിവ് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മൊഴി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുക, ഈ വീട്ടിൽ നിന്ന് കൂടുതലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫോറൻസിക് സംഘവും ഇപ്പോൾ സംഘത്തിലുള്ളത്. ഈ പാടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ ഈ വഴിയാണ്, ഇവിടെയൊന്നും വീടുകളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. ഇതിലൂടെ ആയിരിക്കാം ചെന്താമര ഓടിപ്പോയത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രദേശത്ത് നിന്ന് അയാൾ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് നിർത്തി മൊഴിയായി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു കൃഷ്ണ. ശരി. എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടതെന്ന് പോലീസിന് കാണിച്ചു കൊടുക്കുകയാണ് ചെന്താമര. കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പാടശേഖരത്തേക്ക് ഇറങ്ങുന്നു. ആ പാടശേഖരത്തിൽ നിന്ന് താൻ ഏത് വഴിയാണ് രക്ഷപ്പെട്ടതെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ട്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തതെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമോ സമ്മർദ്ദമോ കൂടാതെ പ്രതി വ്യക്തമാക്കുന്നുണ്ട്. അത് പോലീസ് രേഖപ്പെടുത്തുന്നുമുണ്ട്. പോലീസിനോടൊപ്പം ഉള്ള ഫോറൻസിക് സംഘവും ഇയാൾ പറയുന്ന മൊഴികളിൽ നിന്ന് പുതുതായി എന്തെങ്കിലും തെളിവുകൾ ലഭ്യമാകുന്നുവെന്ന് നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൃത്യം നടന്ന വീട്ടിനുള്ളിൽ നിന്ന് മറ്റ് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാനാകുമോ എന്ന കാര്യവും പോലീസ് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാടശേഖരത്ത് നിന്ന് വനമേഖലയിലേക്ക് കടന്ന ആ ഇടത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ഓരോന്നും കാണിച്ചു കൊടുത്ത് പോലീസിനോട് വ്യക്തമാക്കുകയാണ് ഏത് രീതിയിലാണ് താൻ ഓരോ ഇടത്തു നിന്ന് രക്ഷപ്പെട്ടത്, ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അയാൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് എന്താണ് അയാൾ പറയുന്നതെന്നുള്ളതിൻ്റെ ശബ്ദം ലഭ്യമല്ല എങ്കിൽ പോലും തെളിവെടുപ്പിൻ്റെ ഭാഗമായി രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഉള്ളത് വനമേഖലയാണ്. വനമേഖലയിലാണ് ഇയാൾ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞതും അതിനുശേഷം വിശന്നപ്പോൾ ഭക്ഷണത്തിനായി വീട്ടിലേക്ക് തിരികെ വരുന്നതും വഴിയിൽ പിടിയിലാകുകയും ചെയ്യുന്നത്. ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ഈ കുറ്റകൃത്യത്തിൻ്റെ പുനരാവിഷ്കാരം, ഏത് രീതിയിലാണ് ഇയാൾ ഇത് ചെയ്തത്, ഏത് രീതിയിലാണ് രക്ഷപ്പെട്ടത്, ഓരോ ഇടത്തും ഉണ്ടായ സംഭവങ്ങൾ, അത് കൃത്യമായി ഓരോ സംഭവങ്ങളും പോലീസിന് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിയായ ചെന്താമര. യാതൊരു ഭാവഭേദവുമില്ല. എല്ലാ തവണത്തെയും പോലെ തന്നെ താൻ 2 കൊലപാതകങ്ങളും ചെയ്തുവെന്ന് കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ എങ്ങനെയാണത് ഓരോ കൃത്യവും ചെയ്തത്, ഓരോ സ്ഥലത്തും എത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, ആദ്യമേ സുധാകരനെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് സംഭവിച്ചത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ സംസാരിച്ചു, എങ്ങനെയാണ് അത് കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതിനുശേഷം ലക്ഷ്മിയെ കണ്ടുമുട്ടുന്നു, ലക്ഷ്മിയുടെ കൊലപാതകം, അത് മൃതദേഹം അവിടെ ഉപേക്ഷിച്ച ശേഷം പാടശേഖരത്തേക്ക് പോകുന്നതിന് ശേഷം എങ്ങനെ രക്ഷപ്പെടുന്നു. വിപിൻ സി വിജയൻ തുടരുകയാണ്. വിപിന് ഈ പറയുന്നത് പോലെ കുഞ്ഞുങ്ങളടക്കം വലിയ ഭയം വ്യക്തമാക്കിയിരുന്നു. കാരണം ഇയാൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളെയും കൊല്ലും, അതേപോലെ തന്നെ നാട്ടുകാരുടെ ഒരു രോഷമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനിടയ്ക്ക് ഈ തെളിവെടുപ്പ് എത്രത്തോളം സാധ്യമാകുമെന്നൊക്കെ നമ്മൾ സംശയിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സുഗമമായിട്ടാണ് ആ തെളിവെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്? ക്രിസ്റ്റീന, ഇപ്പോൾ ഈ മൊബൈൽ സിം കളഞ്ഞിട്ടുള്ള പ്രദേശത്ത്, ആ സ്ഥലത്താണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ വെച്ച് ഇതിന്റെ സിം കളഞ്ഞു, മൊബൈലിന്റെ സിം കളഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് പോയ വഴി ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. ഈ പാടവരമ്പത്തിലൂടെയാണ് ചെന്താമര പിന്നീട് രാത്രി രക്ഷപ്പെട്ടത്. അവിടുന്ന് ആ കാണുന്ന പ്രദേശത്താണ് കാടുള്ളത്. ആ മുകൾ വശത്തേക്കാണ്, ആ മലയുടെ മുകളിലേക്ക് കയറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ വഴിയാണ് അയാൾ അന്ന് രാത്രി പോയിട്ടുള്ളത്. ആ വഴിയാണ് ഇപ്പോൾ പോലീസിന് കാണിച്ചു കൊടുക്കുന്നത്. അതിന്റെ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ നമ്മൾ ആ പ്രദേശത്ത് നിന്നപ്പോൾ പോലീസ് തെളിവ് എടുക്കുന്നത് കണ്ടതായിരുന്നു. അത് ഇയാൾ മൊബൈലിന്റെ സിം കളഞ്ഞു എന്നുള്ളതായിരുന്നു മൊഴിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ സ്ഥലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പാടവരമ്പത്തിലൂടെ വീണ്ടും ആ ഒരു തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ. ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വിപിൻ, ഈ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇയാളെ അവിടെ എത്തിക്കുമ്പോൾ?
അതെ, നാട്ടുകാർക്ക് ദേഷ്യമുണ്ട്, അതിന്റെ രോഷമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒരു പരിധിക്കപ്പുറം അവരോടൊക്കെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു യാതൊരു വിധത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള യാതൊരു നടപടികളിലേക്കും കടക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പോലീസ് ആദ്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ദേഷ്യവും രോഷവും ഒക്കെ ഉണ്ട് എങ്കിലും ഇപ്പോൾ നാട്ടുകാർ സംയമനം പാലിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇതുവരെയും ഇല്ല. കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും തെളിവെടുപ്പ് നടക്കുന്നത്. ഈ പോയ വഴികൾ ഏതൊക്കെയാണ്? കാരണം അവിടെ നിന്ന് അന്ന് വൈകുന്നേരം മാത്രമാണ് അയാൾ കാട് കയറിയിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ആയിരുന്നു ആ സമയത്ത് പോയിരുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് ഇത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടുകാർ അത്രത്തോളം ഒരു കത്തിയുടെ മുൾമുനയിലായിരുന്നു മണിക്കൂറുകളോളം ഉണ്ടായിരുന്നത്. അവർ അത്രത്തോളം പേടിച്ചിരുന്നു. പോലീസ് മാത്രമല്ല, ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കാടടച്ച് തെരയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള നിലയ്ക്കാണ് ചെന്താമര കാടിറങ്ങിയത് എന്നായിരുന്നു പിന്നീട് മൊഴിയായി പറയുകയും ചെയ്തത്. അപ്പോൾ എവിടെയാണ് അത്രയും സമയം ഉണ്ടായിരുന്നത്, ഒളിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള തെളിവെടുപ്പ് നടക്കുകയാണ്.